എല്ലാവർക്കും ഞാൻ ഇന്ന് പള്ളിയിൽ 51 സങ്കീർത്തനം വായിക്കാൻ പോകും. നിങ്ങളെങ്ങനെ ഞങ്ങൾ വായിപ്പിക്കാം. ദൈവമേ, എൻ്റെ ദൈഹികതൊക്കെ വേണം എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ കണ്ണുകൾ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചളമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകത്യം നോക്കണമേ. എൻ്റെ പാവം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാവം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാവം ചെയ്തു, നിനക്ക് അനിഷ്ടമായതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നീ നിർമ്മലായിരിക്കണം തന്നെ. ഇതാ ഞാൻ അത്യത്തൊഴിവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തെ എന്നെ ജ്ഞാനം കൊണ്ട് രക്ഷിക്കണമേ. യാതൊരുമില്ലായിരിക്കേണ്ടത് ഈ സോപ്പം എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെറുക്കാൻ എന്നെ കഴുകണമേ. സന്തോഷം ആനന്ദം എനിക്ക് കേൾക്കുമാറാകണമേ. നീയോട് ചർച്ചകൾ ഉല്ലസിക്കണേ. എൻ്റെ പാവം കാണാതുകൊണ്ട് എൻ്റെ മുഖം മറക്കണമേ. ദൗത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ചു. ശുദ്ധിയുള്ള ആത്മാവിനാൽ എന്നെ പുതുക്കണമേ. അപ്പോൾ ഞാൻ അതിർക്കാരെ നിന്റെ വഴിയിലേക്ക് ഉപദേശിക്കും. പാപികളെ നിങ്ങൾ മനം തിരി. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തഭാവത്തിൽ നിന്നെ വിടുവിക്കണം. എന്നാൽ എൻ്റെ നാവ് നിന്റെ സ്തുതിയെ ഘോഷിച്ച് നീതിയെ ഘോഷിക്കും. കർത്താവെ, എൻ്റെ അതിരുകളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അന്യായങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗങ്ങൾക്ക് പ്രസാദമില്ല. ദൈവത്തിൻ്റെ അന്യായങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയങ്ങൾ ദൈവം നീ നിരസിക്കുന്നില്ല. നിന്റെ പ്രകാശം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും പ്രസ്താവിക്കുക. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ, തുതിക്കുകയാണെന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.